മക്കളെ, 2000 ദിർഹം വാടക കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പാവപ്പെട്ടവനാണെന്ന് അർത്ഥമല്ല. അത് നമ്മൾ ജീവിതം ശരിയായി മാനേജ് ചെയ്യുകയാണെന്ന് അർത്ഥമാണ്. പക്ഷെ ഒരു കാര്യം സത്യം, വാടക കൊടുത്തുകൊണ്ട് മാത്രം ജീവിച്ചാൽ ജീവിതം അവിടെ തന്നെ നിൽക്കും. നമ്മൾ പണി ചെയ്ത പണം മാസാവസാനം ഒന്നുമില്ലാതെ തീരും. ദുബായ്, ഷാർജ പോലുള്ള സ്ഥലങ്ങളിൽ വാടക ഉയരും, ചെലവ് ഉയരും. പക്ഷേ ശമ്പളം വന്നിട്ടും കയ്യിൽ ഒന്നും നിൽക്കാത്ത അവസ്ഥ പലർക്കും സാധാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2000 ദിർഹം വാടക കൊടുക്കുന്നവനും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിന് ആദ്യം വേണ്ടത് വലിയ ശമ്പളമല്ല, വലിയ ഡിസിപ്ലിനാണ്. ഒന്നാമത്, അപകട സമയം വരുമ്പോൾ താങ്ങാൻ ഒരു ചെറിയ സേവിങ്സ് ഉണ്ടാകണം. രണ്ടാമത്, ഓരോ മാസം ഒരു നിശ്ചിത തുക പുറം വയ്ക്കണം. അത് ചെറുതായാലും മതി, പക്ഷെ സ്ഥിരമായി വേണം. മൂന്നാമത്, പ്രോപ്പർട്ടി എടുക്കുന്നത് ഷൗ കാണിക്കാനല്ല, ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനാണ്. ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടി ഒരു എൻട്രി പോയിന്റ് പിടിക്കണം. വഴിയുണ്ടെങ്കിൽ 2000 ദിർഹം വാടക കൊടുക്കുന്നവനും ഒരു വീടിന്റെ ഉടമയാകാം. കാരണം ദുബായിൽ വിജയിക്കുന്നത് വലിയ ആളുകളല്ല, ശരിയായ തീരുമാനങ്ങൾ എടുത്ത ആളുകളാണ്. ഇന്ന് സേവിങ്സ് തുടങ്ങും, നാളെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. പക്ഷെ പ്ലാൻ ഇല്ലാതെ ഒരിക്കലും ലീപ്പ് എടുക്കരുത്. നമ്മൾ വാടകക്കാരനായി ജീവിക്കാൻ വന്നവരല്ല, നമ്മൾ ഇവിടെ വളരാനാണ് വന്നത്.